കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ശക്തമായ മഴയും കാറ്റും ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത്. ശാന്തൻപാറ, പൂപ്പാറ പ്രദേശത്തെ നിരവധി തൊഴിലാളി കുടുംബങ്ങളുടെ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നു. ജീവിതോപാധികൾ നഷ്ടപ്പെട്ട തൊഴിലാളികൾ അനിശ്ചിതത്വത്തിന്റെയും ഭീതിയുടെയും നടുവിലാണ്. HML കമ്പനിയിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയൺസ് ക്വാർട്ടേഴ്സുകളുടെ മേൽക്കൂരകൾ കാറ്റിൽ തകർന്നു വീണു. ശക്തമായ കാറ്റിനൊപ്പം പെയ്ത മഴ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറാൻ ഇടയാക്കി. ഇതോടെ വീട്ടുപകരണങ്ങളും സാധനങ്ങളും വ്യാപകമായി നശിച്ചു. പല കുടുംബങ്ങളും സുരക്ഷിതമായി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അറുമുഖം, സുന്ദർ, ലീല, മുരുകൻ എന്നിവരടക്കമുള്ള നിരവധി തൊഴിലാളികളുടെ വീടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. ഷീറ്റ് പാളികൾ പറന്നുപോയതോടെ മഴവെള്ളം വീടിനുള്ളിലേക്ക് കയറി. നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നിരവധി വസ്തുക്കൾ നശിച്ചു. പലരും മറ്റിടങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം നേരിടുകയാണ്. കാറ്റും ഭയങ്കര കാറ്റ്, ഓടെല്ലാം കംപ്ലീറ്റ് പിഞ്ചു തെരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുനാல TV, வாஷிங் மிஷின் எல்லாமே போயிடுச்சு. பயங்கர சேதம். அது சர்க்கார் எதனால ஒரு உதவி, TV, வாஷிங் மிஷின் எல்லாமே போச்சு. ഞങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല, ഞങ്ങൾ അകത്തൊന്നും ഇറങ്ങിയിട്ടില്ല. കുട്ടിയൊക്കെ അപ്പുറത്തെ വീട്ടിലായിപ്പോയി. പന്നിയാർ എസ്റ്റേറ്റിലെ പൂപ്പാറ ഡിവിഷനിലെ ലയൺസ് പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം. ഏകദേശം 120ഓളം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിലെ 500ഓളം ആളുകളാണ് താമസിക്കുന്നത്. 62 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടങ്ങളിലാണ് ഇവർ കഴിയുന്നത്. ഇതിനകം തന്നെ വിള്ളലുകൾ വീണ് അപകടാവസ്ഥയിലായിരുന്ന കെട്ടിടങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും കൂടുതൽ തകരാറിലായി. ഈ HMLന്റെ ഏകദേശം നമ്മുടെ പൂപ്പാറ ഡിവിഷനിലെ 21 ലൈൻസും ഉണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പ് പണിത ലൈൻസുകളാണ്. നാളിതുവരെ ഇതൊരു നവീകരണമോ ഒന്നും ചെയ്യാതെ ഇവിടുത്തെ തൊഴിലാളികൾ എന്ന് പറഞ്ഞ വലിയ ദുരിതത്തിലാണ് ജീവിച്ചു പോകുന്നത്. ചെറിയ മഴ പെയ്താലും വീട്ടിനകത്ത് വെള്ളം ചോരുന്ന ഒരു അവസ്ഥ. അതുപോലെ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ മൊത്തം ഈ ലൈൻസൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ് മുതൽക്കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുത്താലും കമ്പനി ഇത് നല്ല രീതിക്ക് കൊണ്ടുപോകാനോ ഒരു ശ്രമവും എടുക്കുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഇടിഞ്ഞു വീഴാറായ ഈ കെട്ടിടങ്ങളിലെ ഇടുങ്ങിയ മുറികളിലാണ് 4-5 പേരടങ്ങുന്ന കുടുംബാംഗങ്ങൾ കഴിയുന്നത്. മഴയും കാറ്റും കാരണം ഈ ദുരവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. കുട്ടികളും വയോധികരും ഉൾപ്പെടെയുള്ളവരാണ് കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത്. അപ്പോൾ തൊഴിലാളികളെല്ലാം രാത്രി 2-3 വീടുകളിൽ നിന്ന് ഇറങ്ങി ഓടുന്ന സ്ഥിതിവിശേഷം, കുട്ടികളെയും എടുത്തുകൊണ്ട് ഓടുന്ന സ്ഥിതിവിശേഷം വരെയും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 62 വർഷക്കാലമായിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികൾ ഇതേ ക്വാർട്ടേഴ്സിനകത്ത് ഒരു 2 പേർക്ക് പോലും താമസിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്താണ് അവരും അവരുടെ കുട്ടികളും അവർ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺമക്കൾ അടക്കമുള്ളവർ താമസിക്കുന്നത്. ഗവൺമെന്റ് ഏതാണ്ട് 10 കോടി രൂപ ഈ തൊഴിലാളി ക്വാർട്ടേഴ്സുകൾ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട്. അത് 60% ഗവൺമെന്റും 40% കമ്പനിയുമാണ് ആ തുക മുടക്കേണ്ടത്. ആ തുക മുടക്കിക്കൊണ്ട് ഈ തൊഴിലാളികളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം, അവരുടെ കുട്ടികൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. സുരക്ഷിതമായ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും പഴയ കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി തൊഴിലാളികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇടുക്കിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളോടെ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തൊഴിലാളി കോളനികളുടെ സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകത വീണ്ടും മുന്നോട്ട് വരികയാണ്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.